Okay. Hello, 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 hello. Mic test ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു തേർഡ് ലെസൺ, ഫ്രിക്ഷൻ്റെ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പ്രോബ്ലം എടുക്കുക. ഇല്ല, ഈ പ്രോബ്ലം ഇല്ല, ഞാൻ വേറൊരു പ്രോബ്ലം പറഞ്ഞിട്ട് ഈ പ്രോബ്ലത്തിലേക്ക് വരാം. ആ പ്രോബ്ലത്തിൽ ഇൻക്ലൈൻഡ് സർഫസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഇൻക്ലൈൻഡ് സർഫസ് ബേസിൽ ഇൻക്ലിനേഷൻ ഉള്ള പ്രോബ്ലം എടുത്തിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രോബ്ലം തന്നെ എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പറയാം. വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് ആംഗിൾ തീറ്റ? തീറ്റ ഞാൻ ടൈപ്പ് ചെയ്യാൻ നിന്നാൽ സമയമാകും. ഇവിടെ തീറ്റ കാണുന്നില്ല. തീറ്റ ഫിഗർ ഉണ്ട്. സോ ദാറ്റ് the motion of a 90 Newton block impends down the plane. ഫിഗർ ഉണ്ട്, ഞാൻ ഫിഗർ വരയ്ക്കാം. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ അറ്റ് ഓൾ കോണ്ടാക്ട് സർഫസ്. യൂഷ്വലി ഇങ്ങനെയായിരിക്കും തരിക. ഓരോ സ്ഥലത്ത് ഓരോ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കോണ്ടാക്ട് സർഫസസ് 0.3. ഓരോ സ്ഥലത്ത് ഓരോ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തരുന്നത് റിയാലിറ്റിയിലാണ് അങ്ങനെ സംഭവിക്കുക. പ്രോബ്ലം ഒക്കെ നമുക്ക് കൂടുതൽ എല്ലാ സ്ഥലത്തും കോമൺ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എടുക്കുക എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഫിഗർ ഒന്ന് വരയ്ക്കട്ടെ. ഒരു ഹൊറിസോണ്ടൽ, അടിപൊളി. ഒരു ഹൊറിസോണ്ടൽ ഇൻക്ലൈൻഡ് ഇവിടെ വെർട്ടിക്കൽ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, കുഞ്ഞു ബ്ലോക്ക്. ഓക്കെ, ഇതെൻ്റെ ബ്ലോക്ക് എ 90 ന്യൂട്ടൺ വെയിറ്റ്, ഇതെൻ്റെ ബ്ലോക്ക് ബി 30 ന്യൂട്ടൺ വെയിറ്റ്. ഇവിടെ നിന്ന് റോപ്പ് ഉണ്ട്. ഓക്കെ, മ്യൂ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.33. ഓക്കെ, ഈ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് ആംഗിൾ തീറ്റ സോ ദാറ്റ് മോഷൻ ഓഫ് 90 ന്യൂട്ടൺ ബ്ലോക്ക് ഇംപെൻസ് ഡൗൺ ദ പ്ലെയിൻ. അതായത് ഒരു ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ ഇരിക്കുന്ന ബോഡീനെ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് അതിനെ ഇൻക്ലൈൻ സർഫസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിളിലേക്ക് ആ ലിഫ്റ്റിംഗ് വരുമ്പോഴത്തേക്കും ബോഡി അതിന്റെ വെയിറ്റിന്റെ എഫക്റ്റിൽ തന്നെ താഴോട്ട് സ്ലൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്ന ആൽഫ എന്ന് പറയുന്നത്. ഇത് കൈൻഡ് ഓഫ് എൻ ആംഗിൾ ഓഫ് റീപോസ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ബോഡിയുടെ പുറത്ത് വേറൊരു ബോഡി ഉണ്ട്, അതിന്റെ എഫക്റ്റ് ഒക്കെ മോഷനെ റിസ്ട്രെയിൻ ചെയ്യും. അപ്പോൾ പ്രിസൈസ്ലി ആംഗിൾ ഓഫ് റീപോസ് ആണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ ആംഗിൾ ഓഫ് റീപോസ് എന്ന ടേം പറയാത്തത്. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് തീറ്റയിൽ 90 ന്യൂട്ടൺ എന്നുള്ള ആ ബോഡി എ താഴോട്ട് സ്ലൈഡ് ചെയ്ത് വരും. ആ ഒരു ആംഗിൾ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് മൂവ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള നിമിഷം, അല്ലെങ്കിൽ ഓൺ ദ വേർജ് ഓഫ് മോഷൻ, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊസീജിയറിലൊന്നും ഒരു ചേഞ്ചും ഇല്ല. ഇൻക്ലൈൻ സർഫസ് ആയതുകൊണ്ട് ഞാൻ ഫ്രീ ബോഡി ഡയഗ്രാം ആദ്യം വരയ്ക്കാം. ഞാൻ ഹൊറിസോണ്ടലാണ് ഇവിടെ വരയ്ക്കാൻ നോക്കുന്നത്, പക്ഷെ ഞാൻ വരയ്ക്കുമ്പോഴല്ലാതെ ഒരു മിനിറ്റ്. ഓക്കെ, ഞാനിവിടെ ഒരു ഇൻക്ലൈൻ സർഫസ് വരച്ചു, ഹൊറിസോണ്ടൽ സർഫസ് വരച്ചു. ഇവിടെ ഇൻക്ലൈൻഡ് ഈ തീറ്റ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു, ഞാൻ ബോഡി ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഞാനിവിടെ ലോക്കൽ ആക്സിസ് കോൺസെപ്റ്റിൽ തന്നെ നമുക്ക് ചെയ്യാൻ നോക്കാം അല്ലേ? അല്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ ആവും. ലോക്കൽ ആക്സിസ് കോൺസെപ്റ്റിൽ തന്നെ ചെയ്യാം, അതാണ് എളുപ്പം തോന്നുന്നു. കുറച്ച് റെസൊല്യൂഷൻ മതി. ഓക്കെ, ബോഡി എ ആണ് ഞാൻ വരയ്ക്കുന്നത്. ബോഡി എയില് ഗ്രീൻ വെച്ചിട്ട് ഞാൻ പ്രോസസ് റെപ്രസെന്റ് ചെയ്യാം. എൻ്റെ W എന്ന് പറഞ്ഞ വെയിറ്റ് താഴോട്ടാണ് ആക്ട് ചെയ്യുക. ഇത് തീറ്റ, അപ്പോൾ ഇത് W കോസ് തീറ്റ, ഇങ്ങോട്ട് W സൈൻ തീറ്റ. എനിക്ക് W ഉണ്ട്, W എന്ന് പറഞ്ഞാൽ 90 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും, R1 നോർമൽ റിയാക്ഷൻ.
ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ടാവും, mu ഇൻറ്റു R1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ എൻ്റെ ബോഡി ബി, എൻ്റെ ബോഡി ബിയുടെ സർഫസ് ഇറക്കുന്ന നോർമൽ റിയാക്ഷൻ ടുവേർഡ്സ് ദ ബോഡി എ, R2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോർമൽ റിയാക്ഷൻ എനിക്ക് ഇവിടെ ഉണ്ടാവും. നോർമൽ റിയാക്ഷൻ, നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ, സർഫസിന് പെർപെൻഡിക്കുലർ. R2 ഡൗൺവേർഡ്സ് ആയിട്ട് വരയ്ക്കരുത്, ആ പ്ലെയിൻ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വരയ്ക്കണം. W വരയ്ക്കുന്ന പോലെ ഒരിക്കലും R2 വരയ്ക്കരുത്. ഓക്കെ, R2 ഉണ്ട്. ഇവിടെയും എനിക്കൊരു ഫ്രിക്ഷൻ ഉണ്ട്, മോഷൻ ഒപ്പോസ് ചെയ്യുന്നത്, mu ഇൻറ്റു R2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രിക്ഷൻ ഉണ്ട്. രണ്ട് കോണ്ടാക്ട് സർഫസ്, രണ്ട് ഫ്രിക്ഷൻ. അപ്പോൾ അവിടെ രണ്ടിടത്തുമുള്ള നോർമൽ റിയാക്ഷൻ അത് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബോഡി എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം ഞാൻ വരയ്ക്കുമ്പോൾ എനിക്ക് അത്രയും കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്താണ്. ഇനി ഞാൻ ബോഡി ബിനെ ഞാൻ വരയ്ക്കാൻ പോവാം. ബോഡി ബി ഞാനിവിടെ വരച്ചു, കുറച്ച് മാറ്റിയാണ് വരയ്ക്കുന്നത്. ഞാനിവിടെ ആക്സിസ് സിസ്റ്റം വരയ്ക്കുന്നു. ബോഡി ബിയും ബോഡി എയുടെ അതേ ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ്. അപ്പോൾ അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ ഒന്നും അവിടെ ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ ഞാൻ W2 എന്ന് പറഞ്ഞിട്ട് W2 എന്ന് പറഞ്ഞു കൊടുക്കുന്നത്, W1 ആക്കല്ലേ, W2 കോസ് തീറ്റ, ഇത് തീറ്റ തന്നെ ആയിരിക്കും. അപ്പോൾ W2 കോസ് തീറ്റ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും W2 സൈൻ തീറ്റ, W2 കോസ് തീറ്റ, W2 സൈൻ തീറ്റ. പിന്നെന്താണ് ഉള്ളത്? പിന്നെ വെയിറ്റ് പറഞ്ഞു. R2 എന്ന് പറഞ്ഞ നോർമൽ റിയാക്ഷൻ ബാലൻസ് ചെയ്യപ്പെടുന്നു. R2 എന്ന് പറഞ്ഞ നോർമൽ റിയാക്ഷൻ വന്നിട്ട് ബാലൻസ് ചെയ്യുന്നു. പിന്നെന്താണ്? R2 വന്നു. mu R2 എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ അതിനു മുന്നേ mu R2 വരയ്ക്കുന്നതിന് മുന്നേ നമ്മുടെ റോപ്പിന്റെ ടെൻഷൻ ഒന്ന് വരയ്ക്കുക. റോപ്പിന്റെ ടെൻഷൻ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുന്നു. അപ്പോൾ mu R2 ഇവന്റെ ഈ ഡയറക്ഷനിൽ എൻ്റെ ഫ്രീ ബോഡി എയുടെ എൻ്റെ mu R2ന്റെ ഡയറക്ഷൻ എവിടെയാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എൻ്റെ ബോഡി ബിയിലെ mu R2 ആക്ട് ചെയ്യുക. കാരണം അത് ബാലൻസ് ചെയ്യപ്പെട്ടു പോകണം. ഈ mu R2 ബാലൻസ് ചെയ്യണം. അത് രണ്ടും മെർജ് ചെയ്ത് വെക്കുമ്പോൾ ഈ R2 ബാലൻസ് ചെയ്യണം. അത് രണ്ടും മെർജ് ചെയ്ത് വെക്കുമ്പോൾ എവറി ആക്ഷൻ ആസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ അപ്പൊ നിങ്ങൾക്ക് നാച്ചുറലി ഒരു സംശയം തോന്നാം, W2 സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ബോഡിയിൽ ഇടത്തോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്, അപ്പൊ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് എങ്ങനെ ആ ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യും എന്ന് തോന്നാം. പക്ഷേ നമ്മുടെ ബോഡി ബി എന്ന് പറയുന്ന സാധനം മൂവ് ചെയ്യുന്നില്ല. ബോഡി ബി സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന അതേ കോൺസെപ്റ്റ് ആണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയാൽ മതി. ബോഡി ബി സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന അതേ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ mu R2 എന്ന് പറയുന്ന കമ്പോണന്റ് ടെൻഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ടെൻഷനെ ബാലൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ബോഡി കമ്പൈൻഡ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും ആ ബോഡി ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ബാലൻസിങ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ mu R2 ബാലൻസ് ആവുന്നുണ്ട്, ഈ R2 ബാലൻസ് ആവുന്നുണ്ട്, ബോഡി എയും ബോഡി ബിയും തമ്മിലുള്ള കോണ്ടാക്ട് സർഫസ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ബോഡി എയിൽ രണ്ട് കോണ്ടാക്ട് സർഫസുകൾ ഉണ്ട്, ബോഡി ബിയിൽ ഒരൊറ്റ കോണ്ടാക്ട് സർഫസേ ഉള്ളൂ, ബോഡി എ ആയിട്ടുള്ള കോണ്ടാക്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ബോഡി ബിയുടെ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാനത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ഭാഗ്യം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബോഡി ബി എടുക്കുവാണ്. ബോഡി ബി ഞാൻ വെർട്ടിക്കൽ ഇക്വിലിബ്രിയം എടുക്കുന്നു. ധൈര്യമായിട്ട് എല്ലാ ഇക്വിലിബ്രിയം എടുക്കാം, കാരണം ക്വസ്റ്റ്യൻ കണ്ടീഷൻ തന്നെ മൂവ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേയുള്ള നിമിഷം എന്നുള്ളൊരു ക്രൈറ്റീരിയ. R2 എന്ന് പറയുന്ന റിയാക്ഷൻ മുകളിലോട്ട് പോസിറ്റീവ് മൈനസ് W2 കോസ് തീറ്റ എന്ന് പറഞ്ഞ റിയാക്ഷൻ താഴോട്ട്. അപ്പോൾ എനിക്കിവിടെ തീറ്റ ഒന്നുമില്ല. W2 എനിക്കുണ്ട്. W2 എത്രയായിരുന്നു? 30. അപ്പൊ R2 is equal to 30 cos theta, ഇക്വേഷൻ നമ്പർ 1. R2 is equal to 30 cos theta. അപ്പൊ എനിക്ക് അവിടെ നിന്നൊന്നും കിട്ടൂല. അപ്പൊ ഞാൻ അതുകൊണ്ട് അടുത്ത സിഗ്മ fx പോകുന്നു. സിഗ്മ fx ഈക്വൽ ടു 0 നോക്കുന്നു. അവിടെ വരുമ്പോൾ t എന്ന് പറയുന്നത് വലത്തോട്ട്, അത് പോസിറ്റീവ്, മൈനസ് mu ഇൻറ്റു R2 ഇടത്തോട്ട്, മൈനസ് W2 30 ആണ്, സൈൻ തീറ്റ അതും ഇടത്തോട്ട്, ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക്
മ്യൂ എന്ന് പറയുന്നതിന് വാല്യൂ ഉണ്ട്, ടി അവിടെ നിന്നോട്ടെ, മ്യൂ എന്ന് പറയുന്നതിന് വാല്യൂ ഉണ്ട് 0.33. R2 എന്ന് പറയുന്നതിന് വാല്യൂ ഉണ്ട് ഇക്വേഷൻ 1 30 cos തീറ്റ മൈനസ് 30 sin തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ 1/33 ആണ്. അപ്പോൾ ടി മൈനസ് 10 cos തീറ്റ മൈനസ് 30 ഈക്വൽ ടു, ഞാൻ രണ്ട് ഇപ്പുറത്ത് കൊണ്ടുപോകാം, ടി ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്ത് 10 cos തീറ്റ പ്ലസ് 30 sin തീറ്റ ഒന്നും കിട്ടിയില്ല അവിടെ. അപ്പോൾ കോസ് തീറ്റ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ടി ഇക്വേഷൻ കണ്ടീഷൻ അങ്ങനെ തന്നെ നിർത്തി. അപ്പോൾ അവിടെ നമുക്ക് ഒന്നും കിട്ടുന്നില്ല അല്ലെ, R2 കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് എ. അവിടെ നമുക്ക് ഒന്നും കിട്ടുന്നില്ല. കാരണം നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം ബി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ടി അൺനോൺ ആണ്, W2 ഉണ്ട്, ടി അൺനോൺ ആണ്, എനിക്ക് R2 അൺനോൺ ആണ്, അതുപോലെ തന്നെ തീറ്റയും അൺനോൺ ആണ്. 3 അൺനോൺസ് ഉണ്ട്. അവിടെ നിന്ന് എന്തായാലും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. എനിക്ക് എന്റെ ഇഷ്ടമുള്ള രീതിയിൽ ഇക്വേഷൻസ് ഫോർമുലേറ്റ് ചെയ്ത് വെക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇനി അടുത്ത ബോഡി എയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. നാച്ചുറലി നമുക്കൊരു റിലേഷൻ കിട്ടിയേ പറ്റൂ, കിട്ടും, കിട്ടാതിരിക്കില്ല, അങ്ങനത്തെ പ്രോബ്ലം ഒരിക്കലും എക്സാമിന് ചോദിക്കില്ല. ഓക്കെ, ഞാൻ ബോഡി എയിലേക്ക് പോവാണ്. അപ്പോൾ എയിലേക്ക് പോകുമ്പോൾ ഞാൻ സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0 ആദ്യം എടുക്കുന്നു. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ R2 എന്ന് പറയുന്ന റിയാക്ഷൻ താഴോട്ട് അത് നെഗറ്റീവ് എടുക്കുന്നു ഞാൻ. R1 എന്ന് പറയുന്ന റിയാക്ഷൻ മുകളിലോട്ട് അത് ഞാൻ പോസിറ്റീവ് എടുക്കുന്നു. മൈനസ് W1 കോസ് തീറ്റ. W1 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായിരുന്നു? W1 90 അല്ലേ, 90 കോസ് തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ എനിക്ക് R2 താഴോട്ട്, ഞാൻ ഇതെല്ലാം ലോക്കൽ ആക്സിസിലാണ് എടുക്കുന്നത്. ഞാൻ ആകെ W-നെ മാത്രമേ എനിക്ക് റിസോൾവ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഇൻക്ലൈൻഡ് ബോഡിയുടെ ഫ്രിക്ഷൻ പ്രോബ്ലം വരുമ്പോൾ എപ്പോഴും ലോക്കൽ ആക്സിസിൽ എടുക്കുക. രണ്ട് ബോഡി രണ്ടും ചിലപ്പോൾ ലോക്കൽ ആക്സിസ് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരെണ്ണം ഹൊറിസോണ്ടൽ ആക്സിസ് തന്നെ എടുക്കാൻ പറ്റും, മറ്റൊരെണ്ണം ചിലപ്പോൾ ലോക്കൽ ആക്സിസ്. അതൊക്കെ നിങ്ങളുടെ വിഷാണ് എവിടെ നിങ്ങൾ ആക്സിസ് എടുക്കണം എന്നുള്ളത്. ഏറ്റവും സിമ്പിൾ കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ തന്നിരിക്കുന്നത് അവിടെ തന്നെ ആക്സിസ് എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ലോക്കൽ ആക്സിസ് ആണ് എപ്പോഴും നല്ലത് ഇൻക്ലൈൻഡ് കേസിൽ വരുമ്പോൾ. മറ്റേ രീതിയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല, ഒരുപാട് ആംഗിൾസ് അവിടെ വരും. ആ ആംഗിൾസ് എല്ലാം കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഭയങ്കര കോംപ്ലക്സ് ആവും അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ R2 എന്ന് പറഞ്ഞിട്ട് ഒരു റിലേഷൻ, R2 എനിക്ക് വാല്യൂ ഉണ്ടല്ലേ. R2 എന്ന് പറയുന്നത് മൈനസ് 30 കോസ് തീറ്റ പ്ലസ് R1 മൈനസ് 90 കോസ് തീറ്റ ഈക്വൽ ടു 0. ഞാനിത് ഇങ്ങോട്ട് എഴുതാം. അപ്പോൾ R1 ഇസ് ഈക്വൽ ടു 120 cos theta. R1 is equal to 120 cos theta. Equation 3. R1 is equal to 120 cos theta. Equation 1-ൽ നിന്ന് എനിക്ക് R1 by R2 ഒരു റേഷ്യോ എടുത്തിട്ട് R1 is equal to this much times of R2 എന്ന് വേണമെങ്കിൽ എനിക്ക് റെപ്രസെന്റ് ചെയ്യാം. ഞാൻ നോക്കട്ടെ, അതിനു മുമ്പ് ഞാൻ FX കൂടെ ഒന്ന് എടുത്തു നോക്കട്ടെ. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം നമുക്ക് ആദ്യം. സിഗ്മ FX ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ ഞാൻ എടുക്കുവാണ്. സിഗ്മ FX ഈക്വൽ ടു 0-ല് ഞാൻ വലത്തോട്ടുള്ള മ്യൂ ആർ ടു പോസിറ്റീവ് പ്ലസ് മ്യൂ R1 പോസിറ്റീവ് മൈനസ് W1 90 സൈൻ തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ മ്യൂ എനിക്ക് ഇവിടെ ഉണ്ട്. ഞാൻ തൽക്കാലം മ്യൂ വെളിയിലാക്കുന്നു. മ്യൂവിനെ ഞാൻ വെളിയിലാക്കിയിട്ട് ഞാൻ R2 പ്ലസ് R1, ഞാൻ R1-നെ ഞാനിവിടെ 120 കോസ് തീറ്റ ആണ്, R2-നെ ഞാനിവിടെ 30 കോസ് തീറ്റ ആണെന്നും എടുക്കുന്നു. 30 കോസ് തീറ്റ മൈനസ് 90 സൈൻ തീറ്റ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ? 120 കിട്ടും. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ മ്യൂ ഇൻറ്റു 150 കോസ് തീറ്റ, മ്യൂ ഇൻറ്റു 150 കോസ് തീറ്റ ഈക്വൽ ടു 90 സൈൻ തീറ്റ. മ്യൂ ഇൻറ്റു 150 കോസ് തീറ്റ ഈക്വൽ ടു 90 സൈൻ തീറ്റ. അപ്പോൾ എനിക്ക് മ്യൂ ഉണ്ട്. ഞാൻ അടുത്ത പേജിലോട്ട് പോവുകയാണ്. ഞാനിവിടെ ടാൻ തീറ്റ എഴുതുക. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു സൈൻ തീറ്റ 150/90. മ്യൂ എനിക്ക് വാല്യൂ ഉണ്ട്. മ്യൂവിന്റെ വാല്യൂ 0.33 ആണ്. ഞാൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
എനിക്ക് തീറ്റ കണ്ടുപിടിക്കാം. 150/90 into 0.33 tan inverse of answer 150/150. പ്രത്യേകം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 0.33 എന്ന് പറഞ്ഞ് നിങ്ങൾ കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്യുമ്പോഴും 1/3 എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുമ്പോഴും രണ്ട് ഡിഫറെന്റ് ആൻസർ കിട്ടും, ചെറിയ വ്യത്യാസം വരും. അപ്പോൾ ബെറ്റർ 1/3 ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. കാരണം ക്വസ്റ്റ്യനിൽ 1/3 എന്ന് പറഞ്ഞാൽ അത് 0.333333 ആണ്. അത് ഫുള്ളായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യണമെങ്കിൽ 1/3 എന്നുള്ള രീതിയിൽ തന്നെ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കണം. 0.33 അടിച്ചു കഴിഞ്ഞാൽ ആൻസർ വ്യത്യാസം വരും. അപ്പൊ ഞാൻ മ്യൂവിനെ 1/3 എടുക്കുക. 1/3 into 150 divided by 90 tan inverse of answer. എനിക്ക് തീറ്റ is equal to 29.05 ഡിഗ്രി തീറ്റ കിട്ടി. തീറ്റ മാത്രമല്ല എനിക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്, തീറ്റയാണ് ചോദിച്ചിരുന്നത്. തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് R2 R1 എല്ലാം കണ്ടുപിടിക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ കുറെ ഇക്വേഷൻസ് ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ തീറ്റയാണ് എന്റെ ചോദ്യം. അപ്പൊ തീറ്റ ആംഗിൾ എനിക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചെയ്യാൻ പോകുന്ന നമ്മുടെ സിലബസിലുള്ള ഫ്രിക്ഷന്റെ പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, ടു ബ്ലോക്സ് ഞാനിത് സ്നിപ്പ് ചെയ്തെടുക്കാം. Question വായിക്കാം. Two blocks A and B are resting against the wall and the floor as shown in figure below. Block A, block B. Okay. Find the value of horizontal force P applied to the lower block that will hold the system in equilibrium. അപ്പോൾ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് P കൊടുത്തിട്ടുണ്ട്. അതായത് എയും ബിയും എന്ന് പറയുന്ന ബ്ലോക്ക് നാച്ചുറലി ഇവിടെ എ എന്ന് പറയുന്ന ബ്ലോക്ക് താഴോട്ട് സ്ലൈഡ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനെ ഇക്വിലിബ്രിയത്തിൽ നിർത്തണമെങ്കിൽ ഒരു ബിയിൽ നിന്നൊരു ഹൊറിസോണ്ടൽ ഫോഴ്സ് കൊടുത്തിട്ട് ആ സ്ലൈഡിങ്ങിനെ പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ബോഡീനെ ഒരു സപ്പോർട്ട് കൊടുത്ത് നിർത്തുക ഒരു ഫോഴ്സിന്റെ. കാരണം എ താഴോട്ട് സ്ലൈഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ബി വെളിയിലോട്ട് നീങ്ങി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ബി എന്തായാലും താഴോട്ട് പോവില്ല, കാരണം ബി ഓൾറെഡി ഗ്രൗണ്ട് സർഫസിൽ ഇരിക്കുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് പി അപ്ലൈഡ് ടു ദ ലോവർ ബ്ലോക്ക് ദാറ്റ് വിൽ ഹോൾഡ് ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 3-4 വാല്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് ചോദിച്ചാൽ അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഈ ലെവലിലൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കില്ല. നിങ്ങളുടെ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഭയങ്കര ഡയറക്റ്റ് ആയിരുന്നു. ഈ ലെവൽ ഇതൊക്കെ ഒരു സേഫ് സൈഡിന് ഇത് ചോദിക്കും കേട്ടോ. ഇതൊക്കെ ചോദിക്കാം. ഈ മൊഡ്യൂൾ 2 ഈ ക്വസ്റ്റ്യൻ ഒരു സേഫ് സൈഡിന് വേണ്ടി തന്നിരിക്കുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുമായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടിയാൽ ഡെഫിനറ്റ്ലി ഇതേ അറ്റംപ്റ്റ് ചെയ്യാവുള്ളൂ. ഇത് വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പി എന്ന് പറയുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ അതിലേക്ക് പോവാം. ഓക്കെ, ഇല്ല ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഫിഗർ വരച്ചു. ഫിഗർ കൊണ്ട് വേസ്റ്റ് ചെയ്തു, വരച്ചില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഞാനിവിടെ മനസ്സിലാക്കേണ്ടത് രണ്ട് ബോഡിയുടെ വെയിറ്റും താഴോട്ടാണ് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്ന ബോഡി ഇക്വിലിബ്രിയത്തിൽ ഇരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ മൊത്തം സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ഇരിക്കാൻ വേണ്ടി പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഹൊറിസോണ്ടലി കൊടുക്കുവാണ്. അപ്പോൾ എയുടെ മൂവ്മെന്റിനെ ഒക്കെ അത് റെസിസ്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ബി എന്ന് പറയുന്ന ബോഡി, ഇത് പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക, ബി എന്ന് പറയുന്ന ബോഡി താഴോട്ട് മൂവ് ചെയ്യൂല. ഓൾറെഡി അതൊരു ഹൊറിസോണ്ടൽ സർഫസിലാണ് ഇരിക്കുന്നത്. ബി എന്ന് പറയുന്ന ബോഡിയിൽ ഞാൻ പി എന്ന് പറയുന്ന ഫോഴ്സ് ഇടത്തേക്ക് കൊടുത്താൽ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ബി എന്ന് പറയുന്ന ബോഡിയിൽ വലത്തേക്കായിരിക്കും കാണിക്കുക, അല്ലെ? എ എന്ന് പറയുന്ന ബോഡി നാച്ചുറലി അതിന്റെ വെയിറ്റ് കൊണ്ട്, ഇത് എം ടി സ്പേസ് ആണ് കേട്ടോ, ശ്രദ്ധിച്ചോളാം, ഇത് എം ടി സ്പേസ് ആണ്. എ എന്ന് പറയുന്ന ബോഡി നാച്ചുറൽ വെയിറ്റ് കൊണ്ട്, അതിന്റെ വെയിറ്റ് കൊണ്ട് താഴോട്ട് മൂവ് ചെയ്യാൻ നോക്കും. അപ്പൊ അതിന്റെ കോണ്ടാക്ട് സർഫസസ് ഫ്രിക്ഷൻസ് ഓഫർ ചെയ്യും. രണ്ട് കോണ്ടാക്ട് സർഫസ് ഉണ്ട്, ചുമരും ഉണ്ട്, ബി എന്ന് പറയുന്ന ബോഡിയായിട്ടുള്ള കോണ്ടാക്ട് സർഫസും ഉണ്ട്. രണ്ടും ഒപ്പോസിങ് രീതിയിൽ ഫ്രിക്ഷൻ ഓഫർ ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ഫ്രീ ബോഡി അങ്ങ് വരയ്ക്കുക. ആദ്യം ഞാൻ ബി എന്ന് പറയുന്ന ബോഡി വരയ്ക്കാം. ബി എന്ന് പറയുന്ന ബോഡി
ഓക്കെ, ഇവിടെ എയും കൂടെ ഞാൻ വരച്ചേക്കാം. ഇത് ഫ്രീ ബോഡി ഇങ്ങനത്തെ കേസിൽ വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഇത് രണ്ടും ഒന്ന് എടുത്തു മാറ്റി അതിന്റെ കോണ്ടാക്ട് ഒന്ന് എടുത്തു മാറ്റിയാൽ അത് എങ്ങനെ ഇരിക്കും എന്നത് കൺസിഡർ ചെയ്ത് വേണം ആ ബോഡി വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഞാനിവിടെ ഇത് 60 ഡിഗ്രി ആണല്ലേ, ഞാൻ മാർക്ക് ചെയ്തേക്കാം. ഞാനിനി ആക്സിസ് വരയ്ക്കുന്നതിന് മുന്നേ ഞാനിവിടെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് വരച്ചു. ഓക്കെ, ക്വസ്റ്റ്യനിൽ വേറെ എന്തൊക്കെയുണ്ട്? ഒരു മിനിറ്റ്, ക്വസ്റ്റ്യനിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട് 0.25 at the floor, 0.3 at the wall, 0.2 between the block. 0.3 എത്രയായിരുന്നു? 0.25 at floor, 0.3 at wall, 0.25, 0.3. എഴുതാം. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ wall 0.3, floor 0.25, A and B 0.2 അല്ലേ? ഫ്ലോർ എന്നല്ലേ 0.25? കൺഫ്യൂഷൻ. ഫ്ലോർ 0.25. ഓക്കെ, അതവിടെ കിടന്നോട്ടെ, ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്യുന്നു. വേറെ തന്നിട്ടില്ലല്ലോ ക്വസ്റ്റ്യനില്? ഇല്ല, വേറൊന്നുമില്ല. ഡേറ്റ് ഉണ്ടല്ലേ, ബാക്കിയെല്ലാം ഫിഗറിലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വരയ്ക്കാൻ പോവാ. എനിക്ക് എയുടെ ഞാൻ എ വരയ്ക്കുന്നതിന് മുന്നേ ഞാൻ ബിയിലെ വെയിറ്റ് കൂടെ മാറ്റാം. ഓക്കെ, ബിയിലും എനിക്ക് വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് 1000 ന്യൂട്ടൺ. ഓക്കെ, ഞാനിവിടെ പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അകമേ കൊടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്. ഇവിടുത്തെ നോർമൽ റിയാക്ഷനെ ഞാൻ R1 എന്ന് വിളിച്ചു. നോർമൽ റിയാക്ഷനെ വിളിച്ചു. ഇവിടെ എനിക്ക് ഒപ്പോസിങ് ഫ്രിക്ഷൻ ഉണ്ട്. അതിനെ ഞാൻ ഫ്ലോർ 0.25 മ്യൂ എന്ന് പറഞ്ഞാൽ 0.25 ഇൻറ്റു R1 മ്യൂ R1 എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡയറക്ഷൻ തിരിച്ചാണ്. ഓക്കെ, ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട് 0.25 R1. ഓക്കെ, ഇനി ഇത് റിസോൾവ് ചെയ്യാൻ കുറച്ച് മെനക്കേടായിരിക്കും അല്ലെ, കാരണം ഒരെണ്ണം ബോഡി തന്നെ ഒരു വൃത്തിയായിട്ട് രീതിയിൽ ഇൻക്ലൈൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് അടുത്ത എനിക്ക് വരയ്ക്കാനുള്ളത് R2 എന്ന് പറഞ്ഞ റിയാക്ഷൻ, അതായത് ബോഡി ബിയിലേക്ക് കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ. ഓക്കെ, അപ്പോ ഇവിടെ ഫ്രിക്ഷന്റെ കേസ് പറയുവാണെങ്കിൽ ബോഡി അകത്തോട്ടാണ് പുഷ് ചെയ്യാൻ നോക്കുന്നത്. അകത്തോട്ട് പുഷ് ചെയ്യാൻ നോക്കുമ്പോൾ എന്റെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലോട്ടായിരിക്കണം? എന്റെ ഈ ഒരു കോണ്ടാക്ട് സർഫസിലെ ഫ്രിക്ഷൻ. കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുക. നമുക്ക് കൺഫ്യൂഷൻ മാറ്റാം. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഫ്രീ ബോഡി അവിടെ നിർത്തിയിട്ട് എയുടെ ഫ്രീ ബോഡിയിലേക്ക് വരിക. എയുടെ ഫ്രീ ബോഡിയിലേക്ക് വരുമ്പോൾ ഇവിടെ എനിക്ക് R2 ബാലൻസ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഇവിടെ എനിക്കൊരു കോണ്ടാക്ട് സർഫസിൽ നിന്ന് R3 എന്ന് പറഞ്ഞ റിയാക്ഷൻ ഉണ്ട് അല്ലെ. ഇവിടെ എംപ്റ്റി സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ എംപ്റ്റി സ്പേസ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഇവിടെ എനിക്ക് നോർമൽ റിയാക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവിടെ നോർമൽ റിയാക്ഷൻ കൊടുക്കേണ്ടി. അപ്പോൾ ഇവിടെ വെയിറ്റ് കാരണം ഈ ബോഡി താഴോട്ടായിരിക്കും മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യണം. ഇവിടെ വാൾ ഫ്രിക്ഷൻ ആണ് 0.3 R3 എന്ന് പറഞ്ഞ ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യും. ഇവിടെയും ഈ കോണ്ടാക്ട് സർഫസിൽ ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യണം. അപ്പൊ ഇവിടെ 0.2 R2 എന്ന് പറഞ്ഞ ഫ്രിക്ഷൻ ആയിരിക്കും ഒപ്പോസ് ചെയ്യുക. അപ്പൊ 0.2 R2 എന്ന് പറഞ്ഞ ഫ്രിക്ഷൻ വെച്ചിട്ടായിരിക്കും ഒപ്പോസ് ചെയ്യുക, കാരണം ബോഡി എ താഴോട്ട് മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ. അപ്പോൾ R2 ബാലൻസ് ആയതുപോലെ 0.2 R2നെ ഞാൻ ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഡയറക്ഷനിൽ ഞാൻ
0.2 R2 കൊടുക്കണം, 0.2 R2 കൊടുക്കണം. അപ്പോൾ ഇത് മ്യൂച്വലി ബാലൻസ് ആയി പോകും. അപ്പോൾ എൻ്റെ R2 എന്ന് പറയുന്ന രണ്ട് നോർമൽ റിയാക്ഷൻസ് ബാലൻസ് ആയി. എൻ്റെ 0.2 R2 എന്ന് പറയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സും ആ കോണ്ടാക്ട് സർഫസിന്റെ അവിടെ ബാലൻസ് ആയി. ഓക്കെ, ഇപ്പൊ ഫ്രീ ബോഡി ക്ലിയർ ആണ്. വേറെ എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് ഫ്രീ ബോഡി വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഇരുത്തി ആലോചിക്കുക, ഏതെങ്കിലും കമ്പോണന്റ് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. ഫ്രീ ബോഡി തെറ്റിയാൽ പിന്നെ അങ്ങോട്ട് ഒന്നും കിട്ടുന്നത് ശരിയായിരിക്കില്ല. ഫ്രീ ബോഡി എപ്പോഴും കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്റെ ഫ്രീ ബോഡി എല്ലാം സെറ്റായി. പക്ഷെ എനിക്ക് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പല പല ഡയറക്ഷനിലോട്ട് പല പല ഫോഴ്സ് എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനിത് റിസോൾവ് ചെയ്യണമെങ്കിൽ എനിക്ക് കുറച്ച് പാടാണ്. എനിക്ക് എയ്തർ ഇൻക്ലൈൻഡ് ആക്സിസിന്റെ ബേസിസിൽ റിസോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആക്സിസിന്റെ ബേസിസിൽ റിസോൾവ് ചെയ്യാം. നിങ്ങളുടെ ചോയ്സ് ആണ് എങ്ങനെ റിസോൾവ് ചെയ്യണമെന്ന്. രണ്ട് രീതി ചെയ്താലും ഉത്തരം ഒന്നേ കിട്ടാവുള്ളൂ. അപ്പൊ ഞാനിവിടെ ബോഡി എയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതെല്ലാം നമ്മുടെ ഒരു എക്സ്പീരിയൻസും നമ്മുടെ ഒരു നമുക്ക് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന എവിടെയാണോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഞാനിവിടെ ബോഡി എ എന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബോഡി എയുടെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആക്സിസ് എടുത്തിട്ടാണ് ഞാനിവിടെ റിസൊല്യൂഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബോഡി എയിനെ സെന്റർ ഓഫ് മാസിനെ ഫോക്കസ് ചെയ്ത് ഞാനിങ്ങ് വരയ്ക്കുക. ഓക്കെ, ബോഡി എയിനെ സെന്റർ ഓഫ് മാസിനെ ബോഡി എയിനെ ഒരു ഡോട്ട് ആക്കി വരച്ചു, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ W എന്ന് പറഞ്ഞ വെയിറ്റ് അല്ലെങ്കിൽ 500 ന്യൂട്ടൺ താഴോട്ട്, R3 എന്ന് പറഞ്ഞ റിയാക്ഷൻ മുകളിലോട്ട്, 0.3 R3 എന്ന് പറഞ്ഞ ഫ്രിക്ഷണൽ റിയാക്ഷൻ മുകളിലോട്ട്. ഓക്കെ, ഇനി എൻ്റെ അടുത്തത് ഇത് 0.2 R2 എന്ന് പറഞ്ഞ ഇൻക്ലൈൻഡ് റിയാക്ഷൻ. ഈ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയി. അതിനെ എനിക്ക് റിസോൾവ് ചെയ്യേണ്ടി വരും. 0.2 R2 എന്ന് പറയുന്ന ഇൻക്ലൈൻഡ് റിയാക്ഷൻ ആൻഡ് ഇൻക്ലിനേഷനെ എനിക്ക് റിസോൾവ് ചെയ്യേണ്ടി വരും. പിന്നെന്താ, ഇനി R2 ഉണ്ടല്ലേ, R2 എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ. R2ന്റെ ഇൻക്ലിനേഷൻ എത്രയായിരിക്കും? R2ന്റെ ഈ ഇൻക്ലിനേഷൻ എന്തായാലും ഡെഫിനറ്റ്ലി ഒരു 30 ഡിഗ്രി ആയിരിക്കും അല്ലെ. R2ന്റെ ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ആയിരിക്കും. കാരണം ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. നോർമൽ റിയാക്ഷന് ഫ്രിക്ഷണൽ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ 60 + 30 എന്ന് പറഞ്ഞാൽ 90 വരുന്ന രീതിയിലായിരിക്കണം എൻ്റെ R2 ഉണ്ടാവേണ്ടത്. അപ്പൊ ഞാൻ ഇനി ഇതിനെ റിസോൾവ് ചെയ്താൽ ഇങ്ങോട്ട് 0.2 R2 cos 60 ഡിഗ്രി, മുകളിലോട്ട് 0.2 R2 sin 60 ഡിഗ്രി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് 30 ഡിഗ്രി ഉള്ളിലോട്ട് മൈനസ് R2 cos 30 ഡിഗ്രി. ഇവിടെ നിന്ന് മുകളിലോട്ട് ഞാൻ ഇതെവിടെ എഴുതും? മുകളിലോട്ട് ഇവിടെ എഴുതാം അല്ലേ, R2 sin 30 ഡിഗ്രി. ശരിയല്ലേ? ശരിയാണെന്ന് ഒന്നുകൂടെ നമുക്ക് നോക്കാം. R3 എന്ന് പറഞ്ഞ റിയാക്ഷനുള്ളിലേക്ക് കറക്റ്റ് ആണ്, 500 താഴേക്ക്. പിന്നെ ഉള്ളത് 0.3 R3 എന്ന് പറഞ്ഞ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, അത് മുകളിലേക്കാണ് പോകുന്നത്. 0.2 R2 എന്ന് പറഞ്ഞ ഫ്രിക്ഷണൽ ഫോഴ്സ് വെളിയിലേക്കാണ് ഡയറക്ഷൻ. അപ്പോൾ അതിനെ റിസോൾവ് ചെയ്യുമ്പോൾ 0.2 R2 cos 60 ഡിഗ്രിയും 0.2 R2 sin 60 ഡിഗ്രി. R2 എന്ന് പറഞ്ഞ നോർമൽ റിയാക്ഷൻ ഉള്ളിലേക്കാണ്, അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അതിനെ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി വെച്ച് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്താലും ഇവിടെ R2 cos 30യും ഇവിടെ R2 sin 30യും വരും. ഓക്കെ, ഫിഗർ കണ്ടിട്ട് കൺഫ്യൂഷൻ തോന്നുന്നുണ്ട്, ഞാൻ ഇവിടെ വരച്ചതെല്ലാം കൺജസ്റ്റഡ് ആയി പോയി. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കുവാണ്. അതിനു മുന്നേ ഫിഗർ ചെറുതായി. ഓക്കെ, ഞാൻ ആദ്യം സിഗ്മ Fx = 0 എടുക്കുകയാണ്. ഇവിടെ നിന്നൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല. ഇവിടെ R2 അൺനോൺ ആണ്, R3 ഉണ്ട്. R2 R3 മാത്രമല്ലേ ഉള്ളൂ, കിട്ടും. ഓക്കെ, അപ്പോൾ സിഗ്മ Fx = 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ എടുക്കുക. സിഗ്മ Fxൽ 0.2 R2 cos 60 ഡിഗ്രി വലത്തേക്കായതുകൊണ്ട് പോസിറ്റീവ്, പ്ലസ് R3 വലത്തേക്കായതുകൊണ്ട് പോസിറ്റീവ്, മൈനസ് R2 cos 30 ഡിഗ്രി അത് നെഗറ്റീവ് ആണ്.
മൈനസ് ആർ ഈക്വൽ ടു 0. അപ്പോൾ എനിക്കിവിടെ 0.2 cos 60 0.1 R2 പ്ലസ് R3 മൈനസ് cos 30 എന്ന് പറയുമ്പോൾ 0.866 അല്ലേ, 0.866 R2 ഈക്വൽ ടു 0. അപ്പോൾ എനിക്കിവിടെ R3 മൈനസ് 0.86 പ്ലസ് 0.1 മൈനസ് 0.766 R2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു റിലേഷൻ കിട്ടും. സിഗ്മ എഫ് എക്സിൽ നിന്ന് എനിക്ക് R2ഉം R3യും മാത്രം വെച്ചിട്ട് ഒരു റിലേഷൻ കിട്ടും. ഓക്കെ, ഞാൻ റിസ്യൂം ചെയ്യാമേ. ഓക്കെ, ഞാൻ പോസ് എടുക്കുന്നത് നിങ്ങൾ അറിയാൻ ചാൻസ് ഇല്ല. അത് പോസ് ചെയ്യുന്നു, റിസ്യൂം ചെയ്യുന്നു, അതെല്ലാം ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലായിരിക്കും ഫീൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. ഇനി അടുത്ത സിഗ്മ എഫ് വൈ. എനിക്ക് R3യും R2ഉം തമ്മിൽ റിലേഷൻ എനിക്ക് അവിടെ കിട്ടി. അത് ഇക്വേഷൻ 1 ആയിട്ട് അവിടെ നിന്നോട്ടെ. സിഗ്മ എഫ് വൈ എന്ന് പറയുമ്പോഴത്തേക്കും R2 sin 30, അതായത് 0.5 R2 പ്ലസ് 0.2 into R2 sin 60, 0.2 into sin 60. അപ്പോൾ sin 60 into 0.2, അപ്പോൾ 0.173 R2 പ്ലസ് 0.3 R3 പിന്നെ മൈനസ് 500. എന്തായാലും ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ അല്ല, അത് കിട്ടാൻ പാടില്ല. ഈക്വൽ ടു 0 അത് കിട്ടിക്കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ 0.5 പ്ലസ്, അതായത് 0.673 R2 പ്ലസ് 0.3 R3 ഈക്വൽ ടു 500. എനിക്ക് ലീനിയർ ഇക്വേഷൻ ആയിട്ട് സോൾവ് ചെയ്ത് എനിക്കിവിടെ R2 മാത്രയും കണ്ടുപിടിക്കാം. R2 മാത്രയും കണ്ടുപിടിച്ചത് കൊണ്ട് ഓക്കെ, ഞാൻ കണ്ടുപിടിക്കാം. എന്തായാലും P ആണ് വേണ്ടത്. ഞാൻ ഈ ലീനിയർ ഇക്വേഷൻ കാൽക്കുലേറ്ററിൽ ഒന്ന് സോൾവ് ചെയ്യുവാണ്. ഇക്വേഷൻ 2 unknowns 1 minus 0.766. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇത് ഞാൻ ലൈവ് ഇപ്പോൾ ചെയ്യുന്നതാ. 0.673 500. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എൻ്റെ കയ്യിലില്ല, ഞാൻ ഇപ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ചിലപ്പോൾ സൈനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഞാനത് സോൾവ് ചെയ്യുന്നേ ഉള്ളൂ. ഇക്വേഷൻ 2 unknowns 1 minus 0.766 0 0.3 0.673 500. ഓക്കെ, R3 എന്ന് പറയുന്നത് 424.2 ന്യൂട്ടൺ, R2 എന്ന് പറയുന്നത് 553.8 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, R3യും R2ഉം കിട്ടി. ഇനി ഞാൻ ബോഡി 1ന്റെ ഫ്രീ ബോഡി വരയ്ക്കും, റിസൊല്യൂഷൻ എടുക്കാൻ പോവാം. അപ്പോൾ ബോഡി 1ന്റെ റിസൊല്യൂഷനിൽ എനിക്ക് R1ഉം Pയും മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. ഞാൻ R2 ഓൾറെഡി കണ്ടുപിടിച്ചു. ഞാൻ ബോഡി 1നെ ഞാൻ ഇതുപോലെ ഒരു പോയിന്റിലേക്ക് റെപ്രസെന്റ് ചെയ്യുവാണ്. P എന്ന് പറയുന്ന ഫോഴ്സ് ഉള്ളിലേക്കാണ്, ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? ബോഡി എയുടെ വെയിറ്റ് 500, ബോഡി ബിയുടെ വെയിറ്റ് 1000. താഴോട്ട്. പിന്നെ R2 എന്ന് പറഞ്ഞ റിയാക്ഷൻ ഉള്ളിലേക്ക് 0.2 R2 എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ട് അല്ലേ. അപ്പൊ അത് ഞാൻ 0.2 R2നെ ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. 0.2 R2 0.2 R2, അതുപോലെ തന്നെ ഉള്ളിലേക്ക് വരുന്ന R2, ഇവിടെ മുകളിലേക്ക് പോകുന്ന R1, ഉണ്ട് അല്ലെ. 1000 താഴോട്ട്, R1 മുകളിലോട്ട്, P ഇടത്തേക്ക്. 0.2 R2നെയും ഞാൻ റിസോൾവ് ചെയ്യണം. അപ്പൊ 0.2 R2 എന്ന് പറയുന്നത് ഇത് 60 ഡിഗ്രി ആയിരിക്കും അല്ലെ. കാരണം
കാരണം ഈ ആംഗിൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് വെച്ച് 60 ഡിഗ്രി ആ ലൈനിന്റെ അപ്പുറത്ത്. അപ്പോൾ 0.2 R2 എൻ്റെ ഈ സൈഡിൽ 0.2 R2 cos 60 ഡിഗ്രി, ഇങ്ങോട്ടേക്ക് 0.2 R2 sin 60 ഡിഗ്രി. ഇവിടെ എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി. അപ്പോൾ ഞാനിവിടെ -R2 cos 30 ഡിഗ്രി എന്ന് എടുക്കുന്നു. ഇവിടെ അതായത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി വെച്ച് ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ അത് ഇവിടെ ആയിരിക്കും വരുന്നത്. അത് ഞാൻ ഇപ്പുറത്തോട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരം ഞാൻ ഇവിടെ എഴുതിയതേ ഉള്ളൂ. ഇവിടെ താഴോട്ട് R2 sin 30 ഡിഗ്രി. ഓക്കെ, അപ്പം ഞാനിവിടെ ഹൊറിസോണ്ടൽ കണ്ടീഷൻ മാത്രം എനിക്കിവിടെ നോക്കിയാൽ മതി, കാരണം അതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ ഹൊറിസോണ്ടൽ കണ്ടീഷൻ ഞാൻ എടുക്കുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ P എന്ന് പറയുന്നത് ഇടത്തേക്കാണ്, അത് നെഗറ്റീവ്. -0.2 R2 cos 60 ഡിഗ്രിയും ഇടത്തേക്കാണ്, അത് നെഗറ്റീവ്. പിന്നെന്താ ഉള്ളത്? R2, പിന്നെ R2ന്റെ അതായത് 0.2 R2, അതായത് P എന്ന് പറയുന്നത് ഇടത്തേക്ക്, 0.2 R2നെ ഞാൻ റിസോൾവ് ചെയ്തതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന 0.2 R2 cos 60 ഡിഗ്രി, അതും ഇടത്തേക്ക്. R2 എന്ന് പറഞ്ഞ നോർമൽ റിയാക്ഷൻ, ഉള്ളിലേക്ക് വന്ന R2 എന്ന് പറയുന്ന നോർമൽ റിയാക്ഷൻ ഇങ്ങോട്ടായിരിക്കും അത് പോവുക, അത് 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ഇവിടെ ആയിരിക്കും. അപ്പോൾ എൻ്റെ R2 cos 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും, പ്ലസ് R2 cos 30 ഡിഗ്രി ഈക്വൽ ടു 0. എനിക്ക് R2ന് വാല്യൂ ഉണ്ടായിരുന്നു അല്ലെ, R2 എത്രയായിരുന്നു? 553.8. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് P കിട്ടും. P ഇസ് ഈക്വൽ ടു R2 cos 30 മൈനസ് 0.2 R2 cos 60. അപ്പോൾ R2 എത്രയാണ്? 553.8 ആണ് എൻ്റെ R2 വാല്യൂ. അപ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കട്ടെ. 553.8 ഇൻറ്റു cos 30 മൈനസ് 0.2 ഇൻറ്റു 553.8 ഇൻറ്റു cos 60. ഓക്കെ, അപ്പോൾ P ഇസ് ഈക്വൽ ടു 424.2 കിലോ ന്യൂട്ടൺ കേട്ടോ അല്ലെ, 424.2 ന്യൂട്ടൺ. P ഇസ് ഈക്വൽ ടു അതിൻ്റെ R3 എന്ന് പറഞ്ഞ നോർമൽ റിയാക്ഷൻ അതേ വാല്യൂയിലേക്കാണ് ഞാൻ അറൈവ് ചെയ്തത്. P ഇസ് ഈക്വൽ ടു 424.2 ന്യൂട്ടൺ എന്ന രീതിയിൽ എനിക്ക് പിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, വേറെ എന്തെങ്കിലും ഞാൻ ഇവിടെ റിസോൾവ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല, ഉണ്ട്. നമ്മൾ ഒരു കാര്യം ഇവിടെ വിട്ടുപോയി. ഞാനിവിടെ 0.25 R1 എന്ന് പറഞ്ഞ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തെറ്റാണ്. ഇത് ചെയ്തിരിക്കുന്നതിൽ നമ്മൾ R1 കൺസിഡർ ചെയ്യാൻ വിട്ടുപോയി. ഞാൻ R1 ഇതാണ് റിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. റിസോൾവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും വൃത്തിയായിട്ട് വരച്ചില്ലെങ്കിൽ, ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന പോലെ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വിട്ടുപോകും. കാരണം എനിക്കിത് മനസ്സിലായത് അത് R3യുടെ അതേ വാല്യൂ തന്നെ Pന് വന്നോണ്ടാണ്, അങ്ങനെ വരില്ല. അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ആ തെറ്റ് സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റി. അത് കുറെ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ R1 എന്ന് പറഞ്ഞ നോർമൽ റിയാക്ഷൻ, അതുപോലെ എൻ്റെ 0.25 R1 എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ ഇങ്ങോട്ടുണ്ട്. 0.25 R1 എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ ഇങ്ങോട്ടുണ്ട്. അത് അവിടെ നിൽക്കുമ്പോൾ എനിക്ക് സിഗ്മ FX കിട്ടില്ല. അപ്പൊ ഞാൻ സിഗ്മ FX എന്തായാലും എഴുതാം. സിഗ്മ FX ഈക്വൽ ടു 0, സിഗ്മ FY ഇസ് ഈക്വൽ ടു 0. ആദ്യം ഞാൻ സിഗ്മ FY എഴുതാം. സിഗ്മ FIയില് R1 മുകളിലോട്ട്, സിഗ്മ FIയില് 1000 ന്യൂട്ടൺ താഴോട്ട്, പിന്നെ 0.2 R2 sin 60 ഡിഗ്രി താഴോട്ട്, അതുപോലെ തന്നെ 0.2 ഇൻറ്റു അതുപോലെ തന്നെ R2 sin 60 ഡിഗ്രിയും താഴോട്ട്, R2 sin 30 ഡിഗ്രിയും താഴോട്ട്. അതായത് R1 എന്ന് പറഞ്ഞ റിയാക്ഷൻ മുകളിലോട്ട്, ഈ R2 എന്ന് പറയുന്നതിന്റെ റിസോൾട്ട് കമ്പോണന്റ് ആണ് R2 sin 30 ഡിഗ്രി, അത് താഴോട്ട്. അതുപോലെ തന്നെ 0.2 R2ന്റെ റിസോൾട്ട് കമ്പോണന്റ് ആണ് 0.2 R2 sin 60 ഡിഗ്രി, അതും താഴോട്ട്. 1000 ന്യൂട്ടണും താഴോട്ട്. അപ്പോൾ R2 എനിക്കുണ്ട്. R2 എന്ന് പറഞ്ഞാൽ 524.
553.8 R2. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് വളരെ ദയനീയമാണെന്ന് എനിക്കറിയാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. 553.8 into sin 60 into 0.2 plus 553.8 into sin 30 plus 1000. അപ്പോൾ എൻ്റെ R1 is equal to 1372.8 ന്യൂട്ടൺ എന്ന് കിട്ടും. R1 is equal to 1372.8 ന്യൂട്ടൺ. ഓക്കെ, R1 കിട്ടി. ഇനി ഞാൻ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം എടുത്തു കഴിഞ്ഞാൽ പി എന്ന് പറയുന്ന ഫോഴ്സ് ഇടത്തേക്ക് -0.2 R2 cos 60 ഡിഗ്രി എന്ന് പറഞ്ഞ ഫോഴ്സ് ഇടത്തേക്ക്, അതുപോലെ എൻ്റെ പിന്നെ R2 എന്ന് പറയുന്ന റിയാക്ഷന്റെ ഫോഴ്സ് അത് വലത്തേക്കാണ്. അപ്പൊ R2 cos 30 ഡിഗ്രി എന്ന് പറഞ്ഞ ഫോഴ്സ് വലത്തേക്ക്, പിന്നെ 0.25 R1 എന്ന് പറഞ്ഞ എൻ്റെ സർഫസുമായിട്ടുള്ള റിയാക്ഷൻ അതും വലത്തേക്ക്. അപ്പൊ 0.25 R1 അത് റിസോൾട്ട് ഒന്നുമില്ല, അത് ഹൊറിസോണ്ടൽ തന്നെ ആക്ട് ചെയ്യുന്നത്. 0.25 R1 is equal to 0 അല്ലേ? അപ്പോ ഞാനത് സോൾവ് ചെയ്യാം. R2 എത്രയായിരുന്നു? 553 -553.8 into 0.2 into cos 60 plus 553.8 into cos 30 plus 0.25 into 1372.8 767. P is equal to 767.4 kilonewton. P is equal to 767.4 Newton. ഓക്കെ, അപ്പൊ P 767.4 എന്ന് പറയുന്ന ന്യൂട്ടൺ ആണ് എനിക്ക് ഇവിടെ വേണ്ടത് ആ ബോഡിയെ ഇക്വിലിബ്രിയത്തിൽ നിർത്താൻ, ആ ഒരു സിസ്റ്റത്തിനെ ഇക്വിലിബ്രിയത്തിൽ നിർത്താൻ. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഡബിൾ ബോഡിയിൽ അൾട്ടിമേറ്റ്ലി ചോദിക്കാൻ പറ്റുന്ന ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ റിസോൾവിങ് തന്നെയാണ് കീ. അപ്പൊ റിസോൾവിങ് കറക്റ്റ് ആയിട്ട് തന്നെ ഓർക്കുക. ഇപ്പൊ റിസോൾവിങ് ഞാനിവിടെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിഗർ ഇതിനോടകം നിങ്ങൾ വരച്ചിരിക്കുന്നത് കരുതുന്നു, ഞാൻ ഇത് എല്ലാവരും ചെയ്യുന്നില്ല. 1000 ന്യൂട്ടൺ താഴേക്ക് ആക്ട് ചെയ്യുന്നു. പി എന്ന് പറയുന്ന ഫോഴ്സ് ബിയിൽ ഉള്ളിലേക്ക് ആക്ട് ചെയ്യുന്നു. 1000 ന്യൂട്ടൺ താഴേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഈ കോണ്ടാക്ട് സർഫസ് R1 എന്ന് പറയുന്ന നോർമൽ റിയാക്ഷൻ മുകളിലേക്ക് തരും. P1 എന്ന് പറയുന്ന ഫോഴ്സ് ഉള്ളിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ 0.25 R2 അല്ലെങ്കിൽ 0.25 R1 അല്ലെങ്കിൽ mu into R1 എന്ന് പറയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് വലത്തേക്ക് ആക്ട് ചെയ്യും. എ എന്ന് പറയുന്ന ബോഡിയുമായിട്ടുള്ള ബിയുടെ കോണ്ടാക്ട് കാരണം R2 എന്ന് പറയുന്ന നോർമൽ റിയാക്ഷൻ ഉള്ളിലേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ അത് എങ്ങോട്ടാണ് എന്ന്, അത് വെളിയിലേക്കല്ലേ എന്ന് ചിലപ്പോൾ നാച്ചുറലി തോന്നാം. അങ്ങനെ ഡൗട്ട് വരുന്ന സിനാരിയോ ആണെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ബോഡി എയുടെ ഫ്രീ ബോഡി വരയ്ക്കുക. ബോഡി എ ഡെഫിനറ്റ്ലി വെയിറ്റ് താഴോട്ടാണ്, ഗ്രാവിറ്റി താഴോട്ട്. വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്റെ പോയിന്റ് R3 എന്ന് പറഞ്ഞ ചുമരിന്റെ നോർമൽ റിയാക്ഷനിലേക്ക് ഇവിടെ ഉണ്ട്. ബോഡി എ ബോഡി ബിയുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ R2 എന്ന് പറയുന്ന നോർമൽ റിയാക്ഷൻ ബോഡി എയുടെ ഉള്ളിലേക്ക് ഈ R2 തമ്മിൽ ബാലൻസ് ആയി പോകും. ഈ R2 തമ്മിൽ ബാലൻസ് ആയി പോകും. 0.3 R3 എന്ന് പറയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലേക്ക്, കാരണം വെയിറ്റ് താഴോട്ട് വരുന്നത് കാരണം ബോഡി താഴോട്ടാണ് മൂവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് 0.2 R2 ഒക്കെ ക്വസ്റ്റ്യന് തന്നിട്ടുള്ളതാണ്. 0.2 R2 എന്ന് പറയുന്നത് വെളിയിലേക്ക്. അപ്പൊ ഈ 0.2 R2നെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ 0.2 R2 ഈ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യണം. ഓക്കെ, 0.2 R2. അപ്പോൾ എന്റെ എല്ലാ റിസോൾട്ട് ഫോഴ്സസും കിട്ടി. ഞാൻ ഓരോ ബോഡിയുടെ ജോയിന്റ് ഇക്വിലിബ്രിയം എടുത്ത് റിസോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ ഇതിപ്പം 1, 2, 3, 4 ഡയറക്ഷൻ ഉണ്ട്. കൺഫ്യൂഷൻ ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഒറ്റ പോയിന്റിലേക്ക് ഇതെല്ലാം നമ്മുടെ പ്രിൻസിപ്പൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ എൻറ്റയർ മാസ് ഇസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദിസ് പോയിന്റ്, എൻറ്റയർ വെയിറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദിസ് പോയിന്റ്. അപ്പൊ ആ പോയിന്റിൽ ഞാനൊരു ജോയിന്റ് ആയിട്ട് എടുത്തിട്ട് എല്ലാ ഫോഴ്സിനെയും ആ പോയിന്റിലേക്ക് ഐഡിയലൈസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നു. ഡയറക്ഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് എൻഷുർ ചെയ്താൽ മതി. 500 താഴേക്ക്, R2 എന്ന് പറഞ്ഞ റിയാക്ഷൻ ഉള്ളിലേക്ക്, R3 എന്ന് പറഞ്ഞ റിയാക്ഷൻ വലത്തേക്ക്, 0.2 R2 വെളിയിലേക്ക്, 0.3 R3 വെളിയിലേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് റിസോൾവ് ചെയ്യുന്നു, പിന്നെ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ
ചിലപ്പോൾ ടൈം എടുത്തേക്കാം. പിന്നെ കാൽക്കുലേഷൻ നിങ്ങൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഞാനിപ്പോൾ ലൈവ് കാൽക്കുലേറ്റ് ചെയ്തതാണ്, എൻ്റെ റെഫറൻസ് ഇല്ല ഈ വാല്യൂ. ചിലപ്പോൾ സൈൻ എവിടെയെങ്കിലും ചിലപ്പോൾ ഞാൻ മാറിപ്പോയിട്ടുണ്ടാവാം. ഈ വരച്ചിരിക്കുന്ന ഫിഗർ വളരെ അഗ്ലിയാണ്, അപ്പോൾ ചിലപ്പോൾ തെറ്റാം, പക്ഷെ മൈൽഡ് ചാൻസ് ആണ്. ഞാൻ തുടക്കത്തിൽ ആ R1 വിട്ടുപോയത് ഞാൻ സ്പോട്ട് ചെയ്തു, വേറെ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്തായാലും നിങ്ങൾ കൂടി ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. എന്തായാലും കൺസെപ്റ്റ് വൈസ് ഇവിടെ മിസ്റ്റേക്ക് വരില്ല. അപ്പോൾ കൺസെപ്റ്റ്സ് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നതെല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ 45 മിനിറ്റ്സ്, ഓക്കെ, ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. നമുക്ക് 2 പ്രോബ്ലം കൂടി നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട്. കണക്റ്റഡ് ബോഡീസിന്റെ ഫ്രിക്ഷൻ, അതിനുശേഷം നമുക്ക് ലാഡർ ഫ്രിക്ഷനിലേക്ക് പോവാം. എല്ലാവർക്കും താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടാം.